കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സുമായിട്ടാണ്. അതായത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില വാക്കുകൾക്ക് റീപ്ലേസ്മെന്റ് ആയിട്ടുള്ള വേർഡ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇതിൽ ചില വേർഡ്സ് നിങ്ങൾ ഓൾറെഡി ഉപയോഗിക്കുന്നതായിരിക്കും, ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. ഞാൻ കൃഷ്ണ. ഫസ്റ്റ് വേർഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അൺറീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സ്റ്റുപ്പിഡ് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. നമുക്ക് സ്റ്റുപ്പിഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് വേർഡ് പറയാം അബ്സർഡ്. അപ്പോൾ അബ്സർഡ് എന്ന വാക്കിന് ഓക്സ്ഫോർഡ് ഡിക്ഷണറി തരുന്ന ഒരു ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇല്ലോജിക്കൽ ഓർ റിഡിക്കുലസ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ യുക്തിരഹിതം. നമ്മുടെ ഫസ്റ്റ് വേർഡ് അബ്സർഡ്. സ്റ്റുപ്പിഡ് പോലെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കൺഫ്യൂഷൻ. അപ്പോൾ നമ്മൾ കൺഫ്യൂഷനെ റീപ്ലേസ് ചെയ്ത് കുറച്ച് ചെറുതാക്കാം. ഖാവസ്. ഖാവസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡിസോർഡർ ആൻഡ് കൺഫ്യൂഷൻ. അതായത് അർത്ഥം വരുന്നത് വെറും കൺഫ്യൂഷൻ എന്ന് തന്നെയാണ്. ഇപ്പം അഡ്വേർബ് ഫോമിലാണെങ്കിൽ chaotically എന്നും അഡ്ജക്റ്റീവ് ഫോം ആണെങ്കിൽ chaotic എന്നാണ്. നമ്മുടെ സെക്കൻഡ് വേർഡ് chaos. അപ്പോൾ chaosന്റെ സെയിം മീനിങ് വരുന്ന ഒരു വേർഡ് നമുക്ക് ഓക്സ്ഫോർഡിൽ കാണാൻ പറ്റും. അതാണ് നമ്മുടെ തേർഡ് വേർഡ്, ദാറ്റ് ഈസ് turmoil. സ്റ്റേറ്റ് ഓഫ് ഗ്രേറ്റ് ഡിസ്റ്റർബൻസ് ഓർ കൺഫ്യൂഷൻ. സെയിം മീനിങ് തന്നെയാണ്, കൺഫ്യൂഷൻ എന്ന് തന്നെയാണ് ഇതിന്റെ ഒരു അർത്ഥം വരുന്നത്. സോ നമ്മുടെ തേർഡ് വേർഡ് turmoil. ഫോർത്ത് വേർഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വേർഡ് കൂടുതൽ കാണാൻ സാധിക്കുക പോയംസിലൊക്കെ ആയിരിക്കും. കാരണം സാഡ്നെസ്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വേർഡ് കാണാൻ സാധിക്കുക. നമ്മുടെ ഫോർത്ത് വേർഡ് മെലൻകളി. മെലൻകളി എന്ന വാക്കിന് ഓക്സ്ഫോർഡ് തരുന്ന ഒരു ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീപ്പ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് സാഡ്നെസ്. നമ്മുടെ ഫോർത്ത് വേർഡ് മെലൻകളി. നമ്മുടെ ഫിഫ്ത്ത് വേർഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈബർ സ്പേസ്. പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ നമ്മൾ എവിടെയാണോ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത് അത് നമ്മുടെ സൈബർ സ്പേസ് ആണ്. അതായത് കമ്മ്യൂണിക്കേഷൻ ഓവർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. നമ്മൾ ആനിവേഴ്സറി എന്ന വാക്ക് കൂടുതലും ഉപയോഗിക്കാറുള്ളതാണ്. അപ്പോൾ ആനിവേഴ്സറിയുടെ സെയിം അർത്ഥം വരുന്ന ഒരു വാക്കാണ് ജൂബിലി. നമ്മുടെ സിക്സ്ത് വേർഡ് ജൂബിലി. ജൂബിലിയുടെ അർത്ഥം സ്പെഷ്യൽ ആനിവേഴ്സറി എന്ന് തന്നെയാണ്. നമ്മുടെ സെവൻത്ത് വേർഡ് ഇക്വിലിബ്രിയം, അതായത് ബാലൻസ്ഡ് സ്റ്റേറ്റ്. ഇപ്പൊ നമുക്ക് അർത്ഥം കേൾക്കുമ്പോൾ തന്നെ അറിയാം ബാലൻസ് എന്ന വേർഡിനെ റീപ്ലേസ് ചെയ്യാൻ നമുക്ക് ഇക്വിലിബ്രിയം യൂസ് ചെയ്യാവുന്നതാണ്. സോറോനെ കുറിച്ച് പറഞ്ഞു, അപ്പൊ എന്തായാലും നമ്മുടെ ഹാപ്പിനെസിനെ കുറിച്ച് പറയണം. നമ്മുടെ എയ്ത്ത് വേർഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടെന്റ്മെന്റ്. ഹാപ്പി ഓർ സാറ്റിസ്ഫൈഡ് എന്നാണ് കണ്ടെന്റ്മെന്റിന്റെ അർത്ഥം. നമ്മൾ ഹാപ്പിനെസിനെ റീപ്ലേസ് ചെയ്യാനുള്ള വേർഡ്സ് നോക്കുകയാണെങ്കിൽ കുറെ അധികം നമുക്ക് കിട്ടും. ലൈക്ക് പ്ലഷർ, മെറിമെന്റ്, ജോളിറ്റി, സാറ്റിസ്ഫാക്ഷൻ എക്സെട്ര. ഇപ്പൊ നമ്മൾ പറഞ്ഞ വാക്കുകൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളുടെ സെയിം അർത്ഥം വരുന്ന വാക്കുകളാണ്. എന്നിരുന്നാലും സെന്റൻസുകൾ ഉപയോഗിക്കുമ്പോൾ പലതരത്തിലുള്ള ഫോമിലേക്ക് ഇവ മാറാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഖാവസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അഡ്ജക്റ്റീവ് ഫോം chaotic എന്നും അഡ്വേർബ് ഫോം chaotically എന്നുമാണ്. അതേപോലെ ഈ വാക്കുകൾക്കൊക്കെ ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ എൻഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പുതിയ ഇൻഫർമേഷൻ ആണെങ്കിൽ ഗിവ് ഇറ്റ് എ തംസ് അപ്പ്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലും ഇടുക. ബൈ.